മെത്തേഡ് ഓവർലോഡിങ്. സോ മെത്തേഡ് ഓവർലോഡിങ് എന്ന് വെച്ചാൽ സെയിം നെയിം ബട്ട് ഡിഫറെന്റ് പാരാമീറ്റർ ലിസ്റ്റ് ഉള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുക. ഒരു പേര് തന്നെ ആയിരിക്കും, പക്ഷെ പല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുക. ഇതൊരു കമ്പൈൽ ടൈം പോളിമോർഫിസം ആണ്. ഇത് കൊണ്ടുവന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഡുകളെ പെട്ടെന്ന് റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ പക്ഷെ ഇതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഒരേ നെയിം ആയിരിക്കും. ഇപ്പൊ രണ്ട് ഡിഫറെന്റ് ഫംഗ്ഷന് സെയിം നെയിം ആണെന്ന് കരുതുക, പക്ഷെ ഒരു ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷനിലെ പാരാമീറ്റേഴ്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അതാണ് മെത്തേഡ് ഓവർലോഡിങ്ങിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഡിഫറെന്റ് റിട്ടേൺ ടൈംസ് ആയിരിക്കും. റിട്ടേൺ ടൈപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണോ ഫംഗ്ഷനിലോട്ട് തിരിച്ച് റിട്ടേൺ കൊടുക്കേണ്ടത് അതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും ഈ ഓരോ ഫംഗ്ഷൻസിന്റെയും. മെത്തേഡ് ഓവർലോഡിങ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഓരോ ഫംഗ്ഷന്റെയും റിട്ടേൺ ടൈപ്പും അതേ കണക്കിന് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാൽ കുറച്ചും കൂടെ മനസ്സിലാവും. ഇതിനകത്തൊരു കാൽക്കുലേറ്ററിന്റെ പ്രോഗ്രാം തന്നിട്ടുണ്ട്. ആദ്യത്തെ ഫംഗ്ഷന്റെ പേര് നോക്കിയേ, ഇവിടെ ആഡ് എന്നുള്ളതാണ് അല്ലെ. ആഡ് എന്നുള്ള ഫംഗ്ഷൻ, അതിനകത്ത് പാരാമീറ്റേഴ്സ് ഇന്റ് എ ഇന്റ് ബി. ഓക്കെ, രണ്ട് ഇന്റിജറിലാണ് കൊടുത്തിരിക്കുന്ന പാരാമീറ്റേഴ്സ്. നമ്മൾ ഓപ്പൺ ചെയ്തു, റിട്ടേൺ എ പ്ലസ് ബി എന്ന് പറഞ്ഞു കൊടുത്തു. എന്താണോ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്, അതായത് ഫംഗ്ഷനിലോട്ട് എന്താണോ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ റിട്ടേൺ എന്ന് പറയാം. ഇതിൽ കിട്ടിയിരിക്കുന്ന വാല്യൂ നമ്മൾ തിരിച്ച് ഫംഗ്ഷനിലോട്ട് തന്നെ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അടുത്ത കേസിൽ നോക്കിയേ, ഡബിൾ ആണ്. ഇവിടെ ഇന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ആണ്. ഇവിടെയും അതേ ഫംഗ്ഷന്റെ പേരാണ് ആഡ്. അപ്പോ നമ്മുടെ മെത്തേഡിന്റെ നെയിം സെയിം ആണ്. പക്ഷെ ഇതിനകത്ത് പാരാമീറ്റർ നോക്കിയേ, ഡബിൾ എയും ഡബിൾ ബിയും ആണ് അല്ലെ. ഇതിനകത്ത് ഇന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡബിൾ ആണ്. ഓക്കെ, ഇതിനകത്ത് റിട്ടേൺ ചെയ്യുന്നതും എ പ്ലസ് ബി. ഓക്കെ, എല്ലാ അതിനകത്തുള്ള ഇൻസ്റ്റൻസിനും ഒരേ നെയിമുകളാണ്, പക്ഷെ പാരാമീറ്ററിൽ വരുന്ന വ്യത്യാസമാണ് നമ്മൾ ഇവിടെ മെത്തേഡ് ഓവർലോഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇന്റ് ആഡ് തന്നെയാണ്, പക്ഷെ ഇതിനകത്ത് 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. എ ബി സി എന്ന് പറഞ്ഞു കൊടുക്കേണ്ട റിട്ടേൺ എ പ്ലസ് ബി പ്ലസ് സി. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. അതിനുശേഷം നമ്മൾ മെയിൻ ഓപ്പൺ ചെയ്തു, ക്ലാസ് പബ്ലിക് ക്ലാസ് മെയിൻ എന്ന് പറഞ്ഞു കൊടുത്തു, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് സ്ട്രിംഗ് args എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഇവിടെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ക്ലാസിന്റെ നെയിം വെച്ചിട്ട്. ഓക്കെ, സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. ദെൻ ആഫ്റ്റർ നമുക്ക് ഓരോരോ സംഭവങ്ങളും പ്രിന്റ് ചെയ്തെടുക്കണം. ഓക്കെ, ആഡ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് കിട്ടണം. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്ന് പറഞ്ഞു നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ഉണ്ടല്ലോ ഈ സി എന്ന് പറയുന്നത്, അതിനെ ആദ്യം കോൾ ചെയ്യുക. സി ഡോട്ട് എന്ന് പറഞ്ഞിട്ട് എന്താ നമുക്ക് ചെയ്യേണ്ടത്, ആഡ് ഫംഗ്ഷൻ ആണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ ആഡ് എന്നുള്ളത് അതേ കണക്കിന് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് നമുക്ക് ആദ്യം 2,3. അപ്പൊ ഇതൊരു ഇന്റിജർ വാല്യൂ അല്ലേ. അപ്പൊ ഇന്റിജർ വാല്യൂ കൊടുക്കുമ്പോൾ നേരെ ഇതിന്റെ ആദ്യത്തെ കോള് ഇവിടേക്ക് പോകും അല്ലെ, ഈ ഒരു കോളത്തിലേക്ക് പോകും. അപ്പൊ 2,3 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 5 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് ഇവിടെ ഡബിൾ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഫ്ലോട്ടിംഗ് വാല്യൂസ് കൊടുക്കണം. അപ്പൊ 2.5 3.5 എന്ന് പറഞ്ഞ് ഈ കോൾ ഇങ്ങോട്ട് പോകും. എന്നിട്ട് ഇതിനകത്ത് കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യും, തിരിച്ച് ഈ ഫംഗ്ഷനിലോട്ട് തന്നെ റിട്ടേൺ ചെയ്യും. അതാണ് ഈ റിട്ടേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് റിട്ടേൺ ചെയ്തിട്ട് ഈ ഫംഗ്ഷന്റെ ആൻസർ ആയിട്ട് ഇത് ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇനി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് സി ഡോട്ട് ആഡ് എന്ന് പറയുമ്പോൾ 1 2 3 എന്ന് പറയും. ദാറ്റ് ഈസ് എ ബി സി. ദിസ് 1 2 3 എന്ന് പറഞ്ഞ് ആഡ് ചെയ്തിട്ട് റിട്ടേൺ എ ബി സി. ആ എ ബി സി എന്നുള്ള ഫംഗ്ഷനിലോട്ട് തന്നെ ഇത് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇതിനകത്ത് ഔട്ട്പുട്ട് ഇവിടെ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് മെത്തേഡ് ഓവർലോഡിങ്ങിന്റെ ഒരു എക്സാമ്പിൾ. സോ എക്സാമിന് എന്താണ് മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയാ, എന്നിട്ട് ഇതുപോലൊരു എക്സാമ്പിളും കൂടെ എഴുതുക. ഓക്കെ.